രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാദം ചൊരിഞ്ഞ ചോരയിൽ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാദം ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേ. ബലിദാനമായിതാ കേഴുന്നു ഏകാകിയ നാഥാനീ കഴിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. മനസ്സിലേക്ക് നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ. നീറും മനസ്സിലേക്ക് നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ. പാടുന്നു ഏകാകി ഞാൻ. നാഥാ നീ കേൾക്കില്ലയോ. കാരുണ്യം ചൊരിയില്ലയോ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ
അഭയമരുളൂ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ Please Lord, check, some check. Thank you Lord. പ്രിയ ദൈവമക്കളെ, Now you have two choices. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ ദേശത്തായിരിക്കുന്നു എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശു കർത്താവ് ഇപ്രകാരം വചനത്തിലൂടെ ഈ ലോകത്തോട് അറിയിപ്പാൻ മത്തായിയുടെ സുവിശേഷം 24:14 പ്രകാരം രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നരുൾ ചെയ്ത കർത്താവിന്റെ രാജ്യത്തെ സുവിശേഷം ഈ ദേശം കേൾക്കുവാൻ അവിടുന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത നമ്മെ സ്നേഹിക്കുന്ന നിത്യപിതാവിന്റെ സുവിശേഷം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തെ വിളിച്ചറിയിക്കാൻ കർത്താവ് ഞങ്ങളായി മാത്രമാണ് ഞങ്ങളുടെ ആയിരിക്കുന്നത്. കർത്താവിന്റെ വചനം കേട്ട മാനസാന്തരപ്പെട്ട സ്വർഗത്തിലെ പിതാവിലേക്ക് അടുത്തു ചെല്ലുവാൻ ഈ ശുശ്രൂഷ സഹായമായി തീരട്ടെ. നമുക്ക് ഗാന ശുശ്രൂഷയിലൂടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം, അവിടുത്തെ അനുഗ്രഹം അതു മാത്രമാശ്രയം, ഇടയന്റെ വഴി തേടി പാടും ഇടറുന്നൻ ഹൃദയാർദ്രഗാനം, അവിടുത്തെ അൾത്താര അതു മാത്രം ആശ്രയം, ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം.
പാതയിൽ മെഴുതിരി നാളമാ തെളിയുന്ന സത്യമേയുലകിൻ്റെ നിത്യതേ നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർധനന്റെ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ ഈ അർത്ഥന കാണുമോ അഭയമേശുവിനനുദിനം ബലിയാ തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രമാശ്രയം ഇടയന്റെ വഴി തേടി പാടും ഇടറുന്നെൻ ഹൃദയാർദ്ര ഗാനം. Hallelujah. Glory to God. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഭൂമിയിൽ 7 വൻകരകളിൽ ഒന്നായ ഏഷ്യ വൻകരയിലെ ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം എന്ന സ്റ്റേറ്റിൽ അതിലെ ഒരു ജില്ലയായ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വലിയപുറ ജംഗ്ഷനിൽ ദൈവത്തിന്റെ സുവിശേഷവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 14-ാം വാക്യപ്രകാരമുള്ള ഒരു സന്ദേശമാണ് ഞങ്ങളുടെ അറിയിക്കുന്നത്. മാനവരാശിക്കുള്ള ദൈവം മാനവരാശിയോട് അറിയിക്കുന്ന ഒരു സ്നേഹ സന്ദേശമാണത്. മത്തായി 24-14 ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ സുവിശേഷം സർവ സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും, അതോടെ യുഗം അവസാനിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? ഈ വലിയ തുറ ജംഗ്ഷനിൽ പലരും ഒന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഈ രാജത്വത്തിന്റെ സുവിശേഷം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ട നല്ല കാര്യം. എന്നാൽ ഈ രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ്. അത് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് വചനം മാംസമായി യേശു എന്ന പേരിൽ അയച്ചപ്പോ തന്റെ പുത്രനോട് ഈ ഭൂമിയിൽ പറയുവാൻ പിതാവ് ഏൽപ്പിച്ച സന്ദേശമാണ് രാജത്വത്തിന്റെ സുവിശേഷം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അത് എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അത് കേട്ടിട്ടില്ല എങ്കിൽ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തിന്റെ റിസൾട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്: കാലം തികഞ്ഞു,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. കാലം തികഞ്ഞു. പല അർത്ഥത്തിലും അത് പറയാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുവാൻ ഉള്ള കാലം സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരായ നാം എന്ത് ചെയ്യണം? നാം മാനസാന്തരപ്പെടണം. നമ്മളുടെ സ്വന്തം വഴികളിലെ ജീവിതം വിട്ട് നമ്മുടെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു കാൽവരിയിൽ മരിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഏക മധ്യസ്ഥനായ ഏക വഴിയായ ക്രിസ്തുവിനെ അനുഗമിച്ച് ആ ദൈവ കുടുംബത്തിലെ അംഗത്വത്തിലേക്ക് നിത്യമായി പ്രവേശിക്കുവാനുള്ള അവസരമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇവിടെ പല പല ജോലികൾ ചെയ്യുന്നു, പല പല ബിസിനസ്സുകൾ ചെയ്യുന്നു. എല്ലാം നല്ല കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ അധ്വാനിച്ച് കൂട്ടുന്നതല്ല ഒരു ഭീകരൻ വിഴുങ്ങുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. നമ്മൾ ബാങ്കിൽ കൂട്ടിവെക്കുന്നതെല്ലാം, നമ്മൾ മേടിച്ചു കൂട്ടുന്നതെല്ലാം, ഇതെല്ലാം വിഴുങ്ങുവാൻ ഒരു ഭീകരൻ കാത്തു നിൽക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ആരാണ് ആ ഭീകരൻ? പ്രിയ സഹോദരങ്ങളെ, മരണമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതും, നമ്മൾ ബിസിനസ് ചെയ്തുണ്ടാക്കുന്നതും, നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ചുണ്ടാക്കുന്നതും, കാർ ഓടിച്ചുണ്ടാക്കുന്നതും, കമ്പനിയിൽ പണിയാനുണ്ടാക്കുന്നതും, ഇതെല്ലാം അപഹരിക്കുവാൻ തക്കവണ്ണം ഇതാ മരണമെന്ന ഭീകരൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ മരണത്തിന് പരിഹാരം ഇന്നുവരെയും ഭൂമി കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ബാങ്കിലും അതിന്റെ പരിഹാരമില്ല. ഒരു മെഡിക്കൽ ഷോപ്പിലും അതിനുള്ള മരുന്നില്ല. ഒരു ആശുപത്രിയിലും മരണമെന്ന ഭീകരനെ പിടിച്ചു കെട്ടുവാൻ തക്കവണ്ണം ഒരു ആശുപത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എല്ലാ മനുഷ്യരും എങ്ങോട്ടേക്കാണ് യാത്ര എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ഇതാ പണി ചെയ്ത് അധ്വാനിച്ച് യാത്ര ചെയ്ത് മരണത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ മരണത്തെ പിടിച്ചു കെട്ടുവാൻ, മരണത്തിന് പരിഹാരമായി ഒന്നും കണ്ടുപിടിക്കുവാൻ ഈ ലോകത്തിന് കഴിയാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് മനുഷ്യനോടുള്ള വാഗ്ദത്തം. ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം മനുഷ്യരെ വിളിക്കുകയാണ്. മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള മനുഷ്യരെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ക്ഷണിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുവാൻ നീ മാനസാന്തരപ്പെടുവാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരുന്നത് നമ്മുടെ മരണത്തെയാണ്. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് യഹോവയാം ദൈവത്തിനുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം ഇതാ മരണമൊഴിയായി മാറ്റപ്പെടുകയാണ് ഈ ഭൂമിയിൽ നിന്ന്. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മരിക്കാനല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയെ വാഴാനാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ ഇതാ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഇന്ന് മരണം നമ്മളെ വാഴുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരേ, ഇതാ ദൈവം സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യ, പ്രിയ സഹോദര, നീ ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടതായാലും മരണം നമ്മളെ എല്ലാവരെയും വാഴുകയാണ്. നമ്മൾ ഓരോ ദിവസവും മരണത്തോട് ഓരോ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാതിയിലും മതത്തിലും ഒരു സംഘടനയിലും ഗ്രൂപ്പിലും ഈ മരണമെന്ന ഭീകരനെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ ഇറങ്ങുമ്പോൾ
സ്വർഗത്തിലെ ദൈവം മാനവരാശിയോട് പറയുന്ന സന്ദേശം ഇതാണ്: നിന്നെ ഞാൻ ഉണ്ടാക്കിയത് മരിക്കാനല്ല, ഭരിക്കാനാണ്. ഈ ഭൂമിയുടെ മേലുള്ള ഭരണം നടത്തുവാനാണ് നിന്നെ ഞാൻ ഉണ്ടാക്കിയത്. അതിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ, നിന്റെ മരണത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിന്നെ യഥാസ്ഥാനപ്പെടുത്തി നിന്റെ മരണത്തെ മാറ്റി നിത്യം ജീവിക്കുന്നവനായി നിന്നെ കൊണ്ടുവരുവാൻ എനിക്ക് മനസ്സുണ്ട്. പക്ഷെ നിനക്ക് മനസ്സുണ്ടോ? ഈ സൃഷ്ടാവിന്റെ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. മരണം മാറ്റി നിന്റെ സൃഷ്ടാവായ, നിന്റെ ഉടമസ്ഥനായ, നിന്റെ ഉടയവനായ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ട്. എന്നാൽ മനുഷ്യ, നിങ്ങളോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ ഈ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ? അങ്ങനെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഒരേ ഒരു വഴിയെ ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, അത് മറ്റേതുമല്ല, തന്റെ ഒരേ ഒരു പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന വഴിയിലൂടെ പ്രിയമകനെ, പ്രിയമകളെ, നിനക്ക് ഈ ദിവ്യമായ സന്ദേശത്തിലേക്ക് കടന്നു വരാ. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമായി മാറാ, ദൈവത്തിന്റെ മകനായി മാറാ. ഞാനും നിങ്ങളെ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു മനുഷ്യന്റെ മകനായിട്ടാണ്, മനുഷ്യന്റെ മകളായിട്ടാണ്. എന്നാൽ ഞാനും നിങ്ങളുടെ മരണമൊഴിയാൽ മാറ്റപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുകയാണ്: നിനക്കെന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മകനായി ഇതാ ആ കുടുംബത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് പ്രവേശനമുണ്ട്. അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്ന നാമമാണ് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം. ആകാശത്തിലേക്ക് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ ഈ മരണമെന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ വേറെ ഒരു നാമവുമില്ല. യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ ഈ നാമത്തിലൂടെ രക്ഷപ്പെട്ട് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങളെയും എന്നെയും കൊണ്ടുപോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് അയച്ച യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് രാജത്വത്തിന്റെ സുവിശേഷം. ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഇൻവിറ്റേഷനാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ സാക്ഷ്യമായി ഈ സന്ദേശം ഈ തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ ജംഗ്ഷനിലെ ജനങ്ങൾ ഇത് കേട്ടിരിക്കുന്നു. നിങ്ങളോട് ദൈവം അറിയിച്ചിരിക്കുന്നു. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, ഞങ്ങളിത് കേട്ടില്ല, ഞങ്ങൾക്കിത് അറിവില്ല എന്ന് പറയരുത്. പ്രിയമക്കളെ, നിങ്ങളുടെ കയ്യിൽ ആ പ്രിയ സഹോദരിമാർ കൊണ്ടുവന്ന് തന്ന നോട്ടീസ്, ആ നോട്ടീസില് ഇതാ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാന്, നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കുവാന്, ഈ ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മകനായുള്ള ഇൻവിറ്റേഷൻ സ്വീകരിക്കുവാന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമകനെ, പ്രിയമകളെ, ഇതാ ആ നോട്ടീസുള്ള നമ്പറിൽ പ്രിയ സഹോദരങ്ങളെ വിളിക്കുന്നുവെങ്കിൽ അവർ അതിന് വേണ്ട നടപടികൾ അത് എടുക്കുന്നതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു, പ്രിയ സഹോദര, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി? ഇതാ പ്രിയമകനെ, പ്രിയമകളെ, ദൈവം തന്ന ഒരേ ഒരു നാമം, മനുഷ്യരക്ഷക്കായി തന്ന ഒരേ ഒരു നാമം തന്റെ പുത്രനായ ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് വന്നത് ഇതാ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനാണ്, എന്നെ വിടുവിക്കുവാനാണ്. അങ്ങ് ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിലേക്ക് വരണമേ. എന്റെ കർത്താവായി, എന്റെ നാഥനായി യേശുവേ, അങ്ങയുടെ ഹൃദയത്തിലേക്ക് വരണമേ. നിത്യസ്വർഗത്തിലേക്ക് എന്നെ നടത്തണമേ. ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഇതാ അപേക്ഷിക്കുകയും ഇതാ യേശുവിനെ കർത്താവായി, തലയായി സ്വീകരിച്ച് ആ തലയുടെ കർത്തൃത്വത്തിന്റെ കീഴിൽ അനുസരിക്കുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, പ്രിയമകനെ, പ്രിയമകളെ, ഇതാ യാതൊരു പൈസയും കൊടുക്കാതെ, യാതൊരു ബുക്കിലും രജിസ്റ്റർ ചെയ്യാതെ, ഒരു മതവും മാറാതെ, പ്രിയമകനെ, നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ കുടുംബത്തിൽ അംഗമാകുവാൻ, സൃഷ്ടാവിന്റെ കുടുംബത്തിലെ പെർമനന്റ് റെസിഡൻസ് എടുക്കുവാൻ തക്കവല്ല ആ PR എടുക്കുവാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങളെ ഏൽപ്പിച്ച അടുത്ത സ്ഥലത്തേക്ക് ഇതാ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇതാ സർവ്വ സൃഷ്ടികളും നോക്കി നിൽക്കേ. ഇതാ തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ എന്ന സ്ഥലം ഇപ്പോൾ ദൈവരാജ്യ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ദൈവത്തോടുകൂടെ ജീവിപ്പാൻ പ്രിയമക്കളെ, നിങ്ങളേവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പട്ടണത്തിലെ, ഈ ദേശത്തിലെ, ഈ വലിയതുറയിലെ എല്ലാ ജനവും, എല്ലാ ബിസിനസ് നടത്തുന്ന വ്യക്തികള്, എല്ലാ കടകള്, എല്ലാ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തികള്, ഈ മീൻ വിൽക്കുന്ന ആളുകൾ, ഇവിടെയുള്ള എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ കണ്ണ്
തുറക്കട്ടെ. ദൈവം നിങ്ങളെ മരിക്കാനല്ല ഉണ്ടാക്കിയത്, ദൈവം നിങ്ങളെ ഭരിക്കാനാണ് ഉണ്ടാക്കിയത്. എന്നാൽ മരണം മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യനെ വാഴുകയാണ്. മരണത്തിൽ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവമയച്ച തന്റെ പുത്രന്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സർവ്വമേഖലയിലും ഈ വലിയ തുറയിലെ ജനം ഒരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അനുഗ്രഹം ദൈവ കുടുംബം അവകാശമാക്കുവാൻ നിങ്ങളെ റെഡിയാക്കട്ടെ. സർവ്വമഹത്വ സ്വർഗീയ പിതാവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി, 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 നമസ്കാരം.